ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ കാലമായിട്ട് ഈശോയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, ഇനിയും കേൾക്കാനും പോവുകയാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ ആത്മാർത്ഥമായിട്ട് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? പൗലോസ്ലീഹ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയതുപോലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഒരു വ്യക്തിയെ അടിമുടി മാറ്റാനായിട്ട് കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ഈശോ മിശിഹ. നമ്മുടെ ജീവിതം ഈശോയെ കണ്ടതിന് ആത്മാർത്ഥമായിട്ട് അനുഭവിച്ചതിന് ശേഷം ഒരിക്കലും നമുക്കൊരു പഴയ ജീവിത രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവനുമായിട്ടുള്ള എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. നമുക്കറിയാം, പൗലോസ്ലീഹ ഈശോയെ കണ്ടുമുട്ടിയതിനു ശേഷം പൗലോസ്ലീഹയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ശിഷ്യന്മാര് കുറച്ചൊക്കെ അവരും മാനുഷികമായിട്ടും ലൗകികമായിട്ടും ഒക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്നിരുന്നാലും ഉദ്ധിതനായ ഈശോ മിശിഹായെ കണ്ടുമുട്ടിയതിനു ശേഷം ഈശോയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാനും എല്ലാം ഉപേക്ഷിക്കാനും അവർ തയ്യാറാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷകനെ നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ആരെങ്കിലും ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട്, ഈശോയെ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി കള്ളം പറയുകയാണ്. ഈശോയെ അനുഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടാകും, ഒരു മാനസാന്തരം ഉണ്ടാകും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. കുറേ കാലമായിട്ട് ഈശോയെക്കുറിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്, പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനെന്തെങ്കിലും താല്പര്യം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഈ ലോകത്തിൽ ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലോകത്തിന് ശേഷം വരാനിരിക്കുന്ന കാലത്ത് നമ്മൾ കാണാൻ പോകുന്ന വ്യക്തി ഈശോ മിശിഹായാണ്. ആമേൻ.